BJP 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ച ഏക നിയോജക മണ്ഡലം കേരളത്തിൽ നേമം മാത്രമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് 22,000 വോട്ടിൻ്റെ ലീഡാണ് നേടിയെടുത്തത്. എന്നാൽ നേമത്ത് ത്രികോണ പോരാട്ടത്തിലേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കാൻ CPIM തയ്യാറാകുന്നതിനെതിരെ ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ശിവൻകുട്ടിയെ ഒഴിവാക്കി പകരമായി ഇപ്പോഴത്തെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് CPIMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിന് എല്ലാ രീതിയിലും ശ്രമങ്ങൾ നടത്തുന്നത് ആനാവൂർ നാഗപ്പൻ അടക്കമുള്ളവരാണ്. വാസ്തവത്തിൽ ശിവൻകുട്ടിയുടെ രീതികൾക്ക് വിരുദ്ധമായുള്ള നീക്കമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് നടക്കുന്നത്. നമുക്കറിയാം, ആര്യ രാജേന്ദ്രനാണ് അവിടെ CPIM സ്ഥാനാർത്ഥിയെങ്കിൽ ഉറപ്പായും 8 നില പൊട്ടും. BJP അവിടെ ജയിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കുമ്പോൾ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏക വഴി. എന്നാൽ പോലും ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയും CPIMൻ്റെ അണികൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകുമെന്ന് കൃത്യമായി ശിവൻകുട്ടിക്ക് അറിയാം. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടിക്ക് അതീതമായി ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ അവിടെ ഏറെ നാളായി കഴിഞ്ഞിട്ടുണ്ട്. രാജഗോപാലിനോട് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം 2021 കുമ്മനം രാജശേഖരനെ മലർത്തിയടിച്ച് തിരിച്ചു വന്നു. വാസ്തവത്തിൽ 2016 ശിവൻകുട്ടിക്ക് കിട്ടിയതിനേക്കാൾ കുറച്ച് വോട്ടാണ് 2021 മൊത്തത്തിൽ കിട്ടിയതെങ്കിൽ പോലും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ വന്ന് 35,000-ഓളം വോട്ടുകൾ സമാഹരിച്ചത് കൊണ്ടാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത്. വാസ്തവത്തിൽ BJP നോക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് ഏറെ പണിപ്പെട്ടാണ് ആ അക്കൗണ്ട് പൂട്ടിച്ചത്. ഇനിയും BJPയെ നിലം തൊടിയിക്കാൻ അനുവദിക്കില്ല എന്ന് കൃത്യമായി കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. എന്നാൽ ഒരു ഡീൽ, കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിലൊരു ഡീൽ നടത്താൻ CPIM ആവേശപൂർവ്വം ശ്രമിക്കും. അവർക്ക് ഉറപ്പായും തിരികെ വേണം എന്ന് CPIMനോട് ആവശ്യപ്പെടുന്ന മണ്ഡലം നേമമാണ്. നിയമവും കഴക്കൂട്ടവുമാണ് അവർ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് പ്രാധാന്യത്തോടു കൂടി നോക്കുന്നത്. അതിന് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന റിസൾട്ട് തന്നെയാണ്. 22,000 വോട്ടുകൾക്ക് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്ത മണ്ഡലം. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് ഏകദേശം 11,000-ഓളം വോട്ടുകൾക്ക് 10,812 വോട്ടുകളുടെ ലീഡ് ഈ അടുത്ത കാലത്തൊന്നും നേടാത്ത ഒരു സർവകാല റെക്കോർഡിലേക്ക് ലീഡ് ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു. നമുക്കറിയാം, നിയമസഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് 3 നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. ശശി തരൂർ ബാക്കിയുള്ള 4 നിയോജക മണ്ഡലങ്ങളിലും തിരുവനന്തപുരം സെൻട്രൽ അടക്കം നെയ്യാറ്റിൻകര, കോവളം, പാറശാല തുടങ്ങിയ അസംബ്ലി സെഗ്മെന്റുകളിലെ ശക്തമായ മുന്നേറ്റമാണ് അദ്ദേഹത്തിനെ 16,000 വോട്ടുകളുടെ വിജയത്തിലേക്ക് എത്തിച്ചത്. CPIM അവിടെ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ ചെയ്ത് നടത്തിയിട്ടും ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ശശി തരൂരിനെ മതേതര രാഷ്ട്രീയ കേരളം 2 കൈ നീട്ടി 4ാമതും ലോക്സഭയിലേക്ക് അയച്ചത്. ഇവിടെ ഈ കള്ളക്കളി കളിക്കുമ്പോൾ ശിവൻകുട്ടി രണ്ടും കൽപ്പിച്ച് ദേഷ്യത്തിലാണ്. CPIM BJP അഡ്ജസ്റ്റ്മെന്റിനെതിരെ ശിവൻകുട്ടി ശക്തമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്ത് പറയേണ്ട കാര്യം.